സുഖമായിട്ടിരിക്കണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ നല്ല ഉഷാറായിട്ടിരിപ്പുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് ഒരു കൊളാബ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. സമ്മറിൽ നമ്മളുടെ സ്കിൻ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മളുടെ എല്ലാ ടൈപ്പ് സ്കിന്നുകളും, ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെ എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കിനെ പറ്റിയിട്ടാണ് ഞങ്ങളൊരു കൊളാബ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഞങ്ങളെല്ലാവരെയും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കൊളാബ് ചെയ്യണത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓഷ്യൻ മാഷപ്പിലെ രഞ്ജന, ഞങ്ങളുടെ സ്വന്തം രഞ്ജു ചേച്ചി, പിന്നെ ഇൻസ്പയർഡ് ബ്യൂട്ടി മലയാളം മമത ചേച്ചി, പിന്നെ ലെനീസ് വേൾഡ് മലയാളം ലെനിക്കുട്ടി, സ്റ്റൈൽ കോർണർ മലയാളത്തിലെ ജംഷി, ഇത്ര പേരായിട്ടാണ് ഞങ്ങൾ ഈ കൊളാബ് വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവരുടെ വീഡിയോസും നിങ്ങൾ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് ഇടുന്നത്. അതിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, സ്നേഹ ലിജി. ഹായ് സ്നേഹ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. സ്നേഹ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് പറയണം. അതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്കിൻ എന്ന് പറയണത് ചില സമയത്ത് നന്നായിട്ട് ഓയിലി ആയിട്ടുണ്ടാവും, ചില സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വിൻ്റർ സീസണിലൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഒരുപാട് ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അതിപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പും ഉള്ളവർക്കും മാച്ച് ആവുന്ന ഒരു ഫേസ് പാക്കാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ബഞ്ചാരാസിൻ്റെ മുൾട്ടാണിമിട്ടി സാൻഡൽ ഫേസ് പാക്കാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോയിങ് സ്കിന്നൊക്കെ ആക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സമ്മർ ടൈമിൽ ഉണ്ടാവുന്ന എക്സസ് ഓയിൽ പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കാനും പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറയ്ക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ബാത്ത് പൗഡറാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ എല്ലാവരും. അതിൽ കടലപ്പൊടി, ചെറുപയർ പൊടി, ഉഴുന്നുപൊടി, മഞ്ഞൾപ്പൊടി, ഓട്സ് പൗഡർ, ഓറഞ്ച് പീൽ, ഇതൊക്കെയാണ് അതിൽ ചേർത്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൗഡറാണിത്. ഇത് നമ്മളുടെ സൺ ടാന്, സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ആലോവേര ജെല്ലാണ്. ഫ്രഷ് ജെല്ല് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ആക്നെ, ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. നല്ലൊരു ക്ലെൻസർ കൂടിയാണ്. സൺ ടാൻ ഒക്കെ മാറാനായിട്ടും വളരെ നല്ലതാണ്. ഇനി തേൻ എടുക്കാം. തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും. ഇനി നമുക്ക് റോസ് വാട്ടർ എടുക്കാം. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ pH കൺട്രോൾ ചെയ്യാനും നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും. ഇത് നൈറ്റിൽ പരട്ടി കിടക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങാനും നമുക്ക് സാധിക്കും. പിന്നെ തൈര് എടുക്കാം. തൈരിൽ നന്നായിട്ട് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. റിങ്കിൾസൊക്കെ പോവാനും സൺ ടാൻ, സൺ റാഷസ് ഒക്കെ പോവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന അഴുക്കൊക്കെ പോയിട്ട് സ്കിൻ ടൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഞാനിപ്പോൾ എടുത്തേക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബാത്ത് പൗഡറാണ്. ബാത്ത് പൗഡറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. ഞാനത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ആദ്യം തന്നെ പറയട്ടെ, ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ശരിക്കും പറഞ്ഞാൽ ബാത്ത് പൗഡറിന് 3 യൂസസ് ആണുള്ളത്. മെയിനായിട്ട് നമുക്ക് സോപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യാം, ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം, ഇപ്പോൾ അത് ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഈ ബാത്ത് പൗഡർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഫേസ് പാക്കുകളൊന്നും ചെയ്ത് നോക്കാറില്ല. ഇതുതന്നെയാണ് ഫോളോ ചെയ്തിട്ട് വരുന്നത്. എനിക്ക് നല്ല ഒരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഓയിൽ കൺട്രോൾ ചെയ്യാനും ഡ്രൈനെസ് മാറാനും പിമ്പിൾസൊക്കെ കുറയാനും ഒക്കെ എനിക്ക് ഇതാണ് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. വെയിലൊക്കെ കൊണ്ട് നല്ല കരിവാളിച്ച് വരുന്ന സമയത്ത് ഈ ഒരു ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഗ്ലോയും ഒരു വൈറ്റ്നെസ്സും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് രാത്രിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സ്കിന്നിന് ദോഷമായിട്ടുള്ള ഒന്നും തന്നെ ഇതിലില്ല. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഇത് ചെയ്യാം.
പിന്നെ സ്കൂളിൽ കോളേജിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ 2 വീലർ യൂസ് ചെയ്യുന്നവർ അപ്പോൾ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് ആ ഒരു കരുവാളിപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകാനായിട്ട് ഇത് നല്ലൊരു ഫേസ് പാക്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല. ഒരു വീക്കിലി ഒരു 3 to 4 ടൈംസ് മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത്ര എഫക്റ്റീവാണിത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഫേസ് വാഷ്. ഫേസിൽ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈരും ബാത്ത് പൗഡറും കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഫേസിൽ അപ്ലൈ ചെയ്തൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. നമുക്ക് ഈ ബഞ്ചാരാസിൻ്റെ പാക്കറ്റ് ഒന്ന് തുറന്നു നോക്കാം. ഇതിൽ ഇതുപോലെ 5 പാക്കറ്റ്സ് ആണ് ഉണ്ടാവുക. ഇതിൽ 2 ഞാൻ യൂസ് ചെയ്തു. ഇനിയിപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് ഞാൻ എടുക്കുകയാണ്. 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. എൻ്റെ സ്പൂണിൻ്റെ അളവെന്ന് പറയുന്നത് കുഞ്ഞു സ്പൂണാണ് കേട്ടോ. പിന്നെ ബാത്ത് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, 2 സ്പൂണ്. പിന്നെ നമുക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം, 2 സ്പൂൺ തന്നെ. ഇനി നമുക്ക് ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ തൈര്, ഒരു വലിയ ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അലോവേര ജെല്ല് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ പാക്ക് നമുക്ക് ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ബ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് കൈ കൊണ്ട് തേക്കുന്നത്. നിങ്ങൾക്ക് ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലൊക്കെ 2 കൈയിലും നല്ല കരുവാളിപ്പുണ്ട്, കളർ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലും തേച്ച് കൊടുക്കാം. ഈ പാക്ക് ഒരു 20 to 30 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം. അപ്പോൾ ഒരു നല്ല ഫ്രഷ് ലുക്ക് ഉണ്ടാവും നമ്മുടെ കയ്യിന്. കണ്ടോ, കഴുകി കളഞ്ഞപ്പോൾ 2 കൈയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ആ പാക്ക് ഇട്ട കൈ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫേസ് ഇതുപോലെ സ്ക്രബ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് കഴുകി കളയാം. ഇപ്പം നല്ല സോഫ്റ്റ് ഫ്രഷ് ലുക്കായിട്ടുണ്ട്. നല്ല സുഖമായിരുന്നു തൊടാനായിട്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് അലോവേര ജെല്ല് ഒരു മോയ്സ്ചറൈസറിന് പകരമായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങാം. പിറ്റേ ദിവസം എനിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ലുക്കായിരിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിപ്പോൾ ഈ ചെയ്ത ഫേസ് പാക്ക് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഏത് സ്കിൻ ടൈപ്പിന് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത്. പിന്നെ നമുക്ക് നല്ല ഓയിലി സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ ഈ ഫേസ് പാക്കിൽ തന്നെ നമുക്ക് ടൊമാറ്റോ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ ആഡ് ചെയ്യാം. അത് നല്ലതായിരിക്കും നല്ല ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക്. ഇനിയിപ്പോൾ നല്ല ഡ്രൈ സ്കിന്നായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് തൈരിന് പകരം പാല് പിന്നെ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ ആഡ് ചെയ്യാം. അതും വളരെ നല്ലതായിരിക്കും. ഇപ്പം ഞാനുണ്ടാക്കിയ ഈ ഫേസ് പാക്ക് നമുക്ക് ഏത് സ്കിൻ ടൈപ്പിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയാത്തവർക്കൊക്കെ ഇത് വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ആരൊക്കെ ഏത് ടൈപ്പ് സ്കിന്നാണ് കൊളാബ് ചെയ്തേക്കണതെന്ന് നോക്കാം. ഓഷ്യൻ മാഷപ്പ് കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഫേസ് പാക്കാണ് ചെയ്തേക്കുന്നത്. ഇൻസ്പയർ ബ്യൂട്ടി മലയാളം നമ്മളുടെ മമത ചേച്ചി സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയിട്ട് ഒരു അടിപൊളി ഫേസ് പാക്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞുതരാൻ പോണത്. പിന്നെ നമ്മളുടെ ലെനീസ് വേൾഡ് മലയാളം ലെനി ചെയ്തേക്കുന്നത് ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഫേസ് പാക്കാണ്. സ്റ്റൈൽ കോർണർ ജംഷി ചെയ്തേക്കുന്നത് ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക, അവരെ കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.